ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ഈ ഒരു തോരൻ നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ചിക്കൻ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ കുക്കർ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 വലിയ പീസ് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഇത് 2 പീസും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കാനേ. ഞാനിവിടെ ഒരു 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് ഒരു 3 വിസിലോളം അടുപ്പിച്ചാൽ മതി കേട്ടോ. ഇപ്പോഴത്തേ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു വെള്ളവും നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇതേ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബോണൊക്കെ ഒന്ന് മാറ്റിയ ശേഷം വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാനേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് സവാള, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ 1 ടീസ്പൂണോളം കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇനി അത് നന്നായിട്ട് എല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത ശേഷമാണ് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാളയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ നമ്മൾ സവാളയൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി അത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് സവാളയ്ക്ക് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇറച്ചി വേവിച്ച വെള്ളം ഒന്ന് കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കി തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദേ നന്നായി ആ ഒരു അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ഹോൾ പെരിഞ്ജീരകമോ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ ഷ്രെഡ് ചെയ്തത് ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം വേണ്ടത് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ടൊരു ആ ഒരു തോരൻ പരുവത്തിന് ആക്കിയെടുക്കണം കേട്ടോ. അത് കുറച്ച് സമയമുള്ള എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ആ വെള്ളം വറ്റിക്കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അതേ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ കൊടുക്കാം. ഇതുപോലെ തോർന്ന് വരുമ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിലാക്കി തന്നെ കൊടുക്കണം. എന്നിട്ട് ചെറു തീയിലിട്ട് തന്നെ നന്നായി ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു വെള്ളപ്പൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒരു ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു തോരൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡ്രൈ ആക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടി വരുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന്. ഇങ്ങനെ നന്നായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും
കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതേ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ചിക്കൻ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും നല്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി തോരനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.